ഹലോ, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ആയിട്ട് വീട്ടിൽ സ്റ്റാർ ഇടാൻ പോവുകയാണ്. ഈ വർഷം ഞാൻ കുറച്ച് താമസിച്ചു സ്റ്റാർ ഇടാൻ, അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിലേക്ക് ഞാൻ സ്റ്റാറൊക്കെ ഇടുന്നതാണ്. പിന്നെ ഈ വർഷം എനിക്ക് 2 സൺഡേ ഞാൻ വീട്ടിലില്ലായിരുന്നു. നമുക്ക് ആകപ്പാടെ സൺഡേ മാത്രമേ ടൈം കിട്ടാറുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ ഈ കാണുന്ന അലങ്കാര പണികളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ വൈഫിൻ്റെ ട്യൂഷൻ സ്റ്റുഡൻസാണ്. അവർ നമ്മുടെ പഴയ കളർ പേപ്പറും അവരുടെ തന്നെ ഉണ്ടാക്കിയ സ്റ്റാറും എല്ലാം വെച്ച് അവരുടേതായ രീതി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊന്നും ഞാൻ മാറ്റാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം അമ്മ ചോദിച്ചോളൂ എന്താണ് സ്റ്റാർ ഇടാത്ത എന്നൊക്കെ ചോദിച്ചു. നമ്മുടെ അയൽവക്കത്തെ വീടുകളെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ മോശമാക്കുന്നതെന്ന് വെച്ച് ഞാൻ പിന്നെ ചെങ്ങന്നൂർ പോയി സ്റ്റാറൊക്കെ മേടിച്ചു. എനിക്ക് ഇപ്പോഴത്തെ LED സ്റ്റാറിനേക്കാളൊക്കെ ഇഷ്ടം ഈ പഴയ ഈ പേപ്പർ സ്റ്റാറുകളാണ്. എന്തോ എനിക്കറിയില്ല, എനിക്കിതാണ് ഇഷ്ടം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ യൂസ് ചെയ്തത് ഈ സ്റ്റാർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള 2 കളർ കോമ്പിനേഷനാണ്, റെഡും വൈറ്റും. അത് തന്നെ ഞാൻ മേടിച്ചു. പിന്നെ ഇത്തവണ ചെറിയൊരു ഇലുമിനേഷൻ ബാൽബോർഡ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെങ്ങന്നൂർ ബിഗ് ബസാറിൽ നിന്നാണ് മേടിച്ചത്. അവിടെ എനിക്ക് കുറച്ച് റേറ്റ് മാന്യമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ അവിടെ പോയി മേടിച്ചത്. പിന്നെ നമുക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളും മേടിച്ചു. വീട്ടിൽ ഇരുന്നത് CFL ബൾബാണ്. ഇതിൻ്റെ കൂടെ വൈറ്റ് സ്റ്റാറോട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പരിപാടി ചെയ്തു. വൈഫിൻ്റെ ഇവിടെ റെഡ് പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു, കളർ പേപ്പർ. അപ്പോൾ അത് വെച്ച് ഞാൻ ആ വൈറ്റ് ബൾബ് ഒന്ന് സെറ്റ് ചെയ്തു. ഇത് ഇപ്പോഴത്തെ പരിപാടിയൊന്നും അല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്തു. അങ്ങനെ ഇതാണ് നമ്മുടെ വൈറ്റ് സ്റ്റാർ. അത് റോഡിനോട് ചേർന്ന ഭാഗമാണ്. അതൊരു നീളമുള്ളൊരു സ്റ്റാറാണ്. അതുകൊണ്ട് ഞാൻ ആ വൈറ്റ് സ്റ്റാർ അവിടെ ഇട്ടു, റെഡ് സ്റ്റാർ ഞാൻ വീടിൻ്റെ റൈറ്റ് സൈഡിലും ഇട്ടു. അങ്ങനെ നമ്മൾ 2 സ്റ്റാറുകളും ഇലുമിനേഷൻ ബൾബെല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ നമ്മുടെ ഈ അയൽവക്കക്കാരൊന്നും ചെയ്തതിൻ്റെ പകുതിയൊന്നും വന്നിട്ടില്ല. ഇത് അവരൊക്കെ നല്ല രീതിയിൽ തന്നെ ക്രിസ്മസിനെ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടു നോക്കും. നമ്മുടെ വീടിൻ്റെ ഭാഗം അങ്ങോട്ട് തുടങ്ങുന്നതോ തൊട്ട് ക്രിസ്മസിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാ വീടുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്, കണ്ടില്ലേ? അത് നമ്മൾ കയ്യിൽ നിന്ന് പൈസ ചിലവാകുന്നതിനല്ല, നമ്മുടെ ഉള്ളത് വെച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ അലങ്കാരമാക്കുക. കാരണം കുട്ടികളും മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷമാകും. ഇപ്പോൾ ഇവരൊക്കെ ഇത്രയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഇതെങ്കിലും ചെയ്യേണ്ടായി ഇവിടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും നല്ല സേഫായിട്ട് തന്നെ ക്രിസ്മസും എല്ലാം ന്യൂ ഇയറും എല്ലാം ആഘോഷിക്കുക. അപ്പം ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.